ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആദ്യാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നല്ലേ നമുക്ക് കാണാം. ഞാനിന്ന് ഒരു ചെറിയൊരു ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബുക്ക് മീൻസ് ഒരു നോട്ട് പാഡ് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് അല്ലെങ്കിൽ മെമ്മോ പാഡ് അങ്ങനെയൊക്കെ എന്ത് പേരിട്ടും നിങ്ങൾക്കിത് വിളിക്കാം. ഒരു റൗണ്ടിൽ വരുന്നൊരു ബുക്കാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പ്ലെയിൻ പേപ്പറായിട്ട് എടുക്കാം, ഫുൾ ബ്ലൂ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ യെല്ലോ കംപ്ലീറ്റ് യെല്ലോയിൽ കുറച്ച് യെല്ലോ മാത്രം ഡബിൾ കളേഴ്സായിട്ട് എടുക്കാം. കുറച്ച് യെല്ലോ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പേപ്പേഴ്സ് അങ്ങനെ, അല്ലെങ്കിൽ റെഡ് പേപ്പേഴ്സ് അല്ലെങ്കിൽ യെല്ലോ പേപ്പർ അങ്ങനെ ഞാനിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു A4 സൈസിനെ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത്. ആദ്യം ഒരു ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഇതേപോലെ നീളത്തിലൊരു സ്ട്രിപ്പ് എടുത്ത് ഇതിനെ സ്ക്വയറാക്കി വെട്ടുകയാണ്. അങ്ങനെ ഈ ഒരു A4 ഷീറ്റിൽ നിന്ന് എനിക്കിപ്പം ഇതിപ്പോൾ 2 പേപ്പറാണല്ലോ, ഒരു പേപ്പറിന് നമുക്ക് 4 സ്ക്വയർ ഷീറ്റ്സ് കിട്ടും. നിങ്ങൾക്കിത് ഒന്നിച്ച് ഒരേ കളേഴ്സ് ഒന്നിച്ച് വരുന്ന രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ ഷഫിൾ ചെയ്ത് വെക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഒരു നിയർലി 50 പേപ്പേഴ്സാണ്, 50 സ്ക്വയർ പീസസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതലെടുക്കാം. എന്തായാലും 50ൽ കുറയരുത്, ഒരു മിനിമം 50 എങ്കിലും നമുക്ക് വേണം, എന്നാലേ ഈ ബുക്കിനൊരു ഭംഗി വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ കട്ടിങ് മെഷീനൊന്നുമില്ല, നമ്മളിത് ഹാൻഡ് മെയ്ഡ് ആണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റത്തൊക്കെ ഒന്നുകൂടെ കത്രിക വെച്ച് നല്ല നീറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരേ കളർ ഒന്നിച്ച് വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പേപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ട എല്ലാ 4 സൈഡും ഏകദേശം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ ഒരു ബുക്കിൻ്റെ ചട്ടയാണ്, ഇതാണ് ഇതിൻ്റെ പിൻവശമായിട്ട് യൂസ് ചെയ്യാനാണിത്. അതും കൂടി ഇതിൻ്റെ പിന്നിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബുക്കിൻ്റെ പിന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ ഇതേപോലെയാണ് ഇതിനിങ്ങനെ ബെൻഡ് ചെയ്യുക, വല്ലാണ്ടങ്ങ് ബെൻഡ് ചെയ്യരുത്. ഇതേപോലെ അതായത് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു പ്രൊസീജിയർ നന്നായിട്ട് നോക്കി നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്ലവർ ഷേപ്പിലായി കിട്ടും. ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആക്കി അതിങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവരുമ്പോൾ അതിങ്ങനെ കണ്ട ഷേപ്പിന് ഇങ്ങനെ മാറി നല്ല ഒരു ഫ്ലവർ ഷേപ്പായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിച്ച് ഫാസ്റ്റിലാക്കരുത്, പതുക്കെ ചെയ്താൽ മതി. അത് അതിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് വലിപ്പം കൂടും, കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കണം, അത് റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്നുകൂടെ കറക്റ്റ് ഒരു ഫോർമേഷനിൽ വരാനുണ്ട്. അതുകൊണ്ട് കുറച്ച് പണിയും കൂടെ ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട, അപ്പോൾ നമ്മുടെ ബുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, എന്ത് നീറ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തു. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നോക്ക്. ഞാൻ ഇപ്പോൾ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചെടുക്കണം. അതിൻ്റെ ഷേപ്പ് മാറാതെ എടുക്കണം, കാരണം അത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഗ്ലൂ എടുത്ത് അതിനെ നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ അപ്ലൈ ചെയ്ത് ഇത് അതേപോലെ റൗണ്ട് ബാക്ക് സൈഡ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളത് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണണം, അല്ലെങ്കിൽ മൊത്തം ഒട്ടിപ്പിടിച്ച് നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ബുക്കിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ.
അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വെക്കുന്നൊരു ബുക്ക് ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതേ രീതിയിൽ ടേൺ ചെയ്ത് ആ സൈഡ് സെയിം സൈഡ് നമ്മൾ ടേൺ ചെയ്ത് പിന്നെ കൊണ്ടുവരാം. ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് നല്ല തിക്കായിട്ട് ഗ്ലൂ എടുത്തോളൂ, ഡ്രൈ ആയിക്കോളും, കുഴപ്പമില്ല, നമ്മൾ പുറമെ കാണില്ല. അപ്പോൾ അതേ സൈഡിൽ നമ്മൾ എവിടെ നിന്നാണോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് സെയിം സൈഡ് വരെ നമുക്കിങ്ങനെ പിന്നിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വഴി അങ്ങനെ ബാക്കിലേക്ക് പോയി. ഇനി ബാക്കിൽ നിന്ന് അതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ വരിക. അതേ സൈഡിൽ നിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ വരിക. എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അതിൻ്റെ താഴെവശം കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങനെ ഫ്രണ്ടിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഫ്രണ്ട് വഴി ഈ ഒരു ഫ്രണ്ടിൽ വഴിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതേ രീതിയിൽ പോയി സെയിം സൈഡ്, വേറെ എവിടെയും ടച്ച് ചെയ്തില്ല, അതേ രീതിയിൽ നമ്മൾ ബാക്കിലേക്ക് പോവാണ്. ബാക്കിലേക്ക് പോയി. ഇനി ബാക്കിൽ നിന്ന് അതേ രീതിയിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. കണ്ടില്ലേ? ഉണ്ടാക്കാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എവിടെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഗ്ലൂ നിങ്ങൾ ഒന്നോ രണ്ടോ ഒരു കോട്ട് അടിച്ചാൽ പോരാ, മോർ ദാൻ 3 കോട്ട്സ് അടിച്ചു കഴിഞ്ഞാലാണ് നല്ലത്. നമ്മൾ ഗ്ലൂ ഒക്കെ നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഡ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ എവിടെയെങ്കിലും ആവാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആവാത്ത പോർഷനിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വെച്ചു. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഇവിടെ എളുപ്പത്തിൽ ഡ്രൈ ആയി. കണ്ട, ഇതാണ് ഇതിൻ്റെ പിൻവശമാണ്. പിന്നെ കണ്ടില്ലേ, ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാതെ കീറിയെടുക്കാം. അപ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറി ടേബിളിൻ്റെ മുകളിലൊക്കെ, റിസപ്ഷൻ ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും യൂസിൽ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി വയ്ക്കുക, ഒരു മെമ്മോ നോട്ട് എന്തെങ്കിലും എഴുതാനൊക്കെ എളുപ്പമാണ്. കണ്ട, ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നോക്കി എവിടെയെങ്കിലും ഗ്ലൂ മിസ്സായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പേപ്പറിൻ്റെ അറ്റത്താണ് നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ചില സമയത്ത് മിസ്സാവും. അപ്പോൾ ഇത് ഡ്രൈ ആയ ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇല്ലയെന്നാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്ലൂ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റൗണ്ട് ട്വിസ്റ്റഡ് നോട്ട് പാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്വിസ്റ്റഡ് മെമ്മോ പാഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് നോട്ട് പാഡ്, ട്വിസ്റ്റഡ് സ്റ്റിക്കി നോട്ട്സ് എന്ത് വേണേൽ പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എളുപ്പമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, പ്ലീസ് ലൈക്ക് അവർ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ഷെയർ ചെയ്യുക.
അപ്പോൾ വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.